നമസ്കാരം. പ്രധാന വാർത്തകൾ. സിദ്ദിഖിന് ആശ്വാസം. അറസ്റ്റ് തടഞ്ഞ് സുപ്രീം കോടതി. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞു. ജസ്റ്റിസുമാരായ ബേലയം ത്രിവേദി, സതീഷ് ചന്ദ്ര എന്നിവരുടെ ബെഞ്ചാണ് ഉപാധികളോടെ മുൻകൂർ ജാമ്യം നൽകിയത്. നേരത്തെ ഹൈക്കോടതി ജാമ്യഹർജി തള്ളിയതിന് പിന്നാലെയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയിലെത്തിയത്. യുവനടിയുടെ പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയത്. 2016 കേസിനാസ്പദമായ സംഭവം. സിനിമയുടെ പ്രിവ്യൂ ഷോയുമായി ബന്ധപ്പെട്ട് യുവനടിയെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പൂട്ടിയിട്ട് ബലാത്സംഗം ചെയ്തെന്നാണ് കേസ്. പോക്സോ കേസിൽ മോൺസൺ മാവുങ്കലിനെ വെറുതെ വിട്ടു. മോൺസൺ പ്രതിയായ രണ്ടാമത്തെ പോക്സോ കേസിലാണ് പെരുമ്പാവൂർ പോക്സോ കോടതി വിധി പറഞ്ഞത്. ഈ കേസിലെ ഒന്നാം പ്രതി ജോഷി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. മോൺസൺ മാവുങ്കലിന്റെ മാനേജറായിരുന്നു ഒന്നാം പ്രതിയായ ജോഷി. മോൺസൺ മാവുങ്കലിനെതിരെ പ്രേരണാകുറ്റമാണ് ചുമത്തിയിരുന്നത്. മോൺസൺ മാവുങ്കലിനെ ശിക്ഷിച്ച പോക്സോ കേസിലെ അതേ പരാതിക്കാരി തന്നെയാണ് ഈ കേസിലും പരാതി നൽകിയത്. ആദ്യ കേസിൽ ശിക്ഷിക്കപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിൽ തടവിലാണ് നിലവിൽ മോൺസൺ മാവുങ്കൽ. പുരാവസ്തു തട്ടിപ്പുകളടക്കം 16 കേസുകളാണ് മോൺസണെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 2 പോക്സോ കേസുകളുമുണ്ട്. ഇതിൽ ആദ്യ കേസിലാണ് ശിക്ഷിക്കപ്പെട്ടത്. PV അൻവറിനെതിരെ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. PV അൻവറിനെതിരെ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. കള്ളക്കടത്ത് സംഘത്തിലെ സ്വത്ത് വിഭജന തർക്കത്തിന്റെ ബാക്കിയാണ് ഇപ്പോൾ കാണുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. അൻവർ ചെറിയ മീനല്ല. വെട്ടിപ്പും തട്ടിപ്പും നടത്തിയ അൻവറിന്റെ വാക്കുകൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ടതാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു. വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണം. സത്യം പുറത്തുവരട്ടെ. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടാനുള്ള വലിയ വിജയം തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അൻവറിനെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് പാർട്ടിയും താനും പരാതി നൽകിയിട്ടുണ്ടെന്നും അൻവറിനെ BJP സ്വാഗതം ചെയ്യുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും വീണ്ടും ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയി. 3 പെൺ ഹനുമാൻ കുരങ്ങുകളാണ് ചാടിപ്പോയത്. കുരങ്ങുകൾ മൃഗശാല പരിസരത്ത് തന്നെ ഉണ്ടെന്ന് അധികൃതർ പറയുന്നു. കുരങ്ങുകളെ തിരികെ എത്തിക്കാൻ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് മൃഗശാല അധികൃതരെ നട്ടം തിരിച്ച ഹനുമാൻ കുരങ്ങിന് പിന്നാലെയാണ് ഇപ്പോൾ പെൺകുരങ്ങുകൾ ചാടിപ്പോയത്. ജാഫർ ഇടുക്കിക്കെതിരെ പീഡന പരാതി നൽകി നടി. ഓൺലൈനായിട്ടാണ് നടി DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതി നൽകിയത്. വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം നടന്നതെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. നടൻ ബാലചന്ദ്ര മേനോനെതിരെയും യുവതി DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതി നൽകിയിരുന്നു. ജാഫർ ഇടുക്കി റൂമിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലചന്ദ്ര മേനോനെതിരെയും ജാഫർ ഇടുക്കി തുടങ്ങിയ നടന്മാർക്കെതിരെയും ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ നടി യൂട്യൂബ് ചാനലുകൾക്കും ഓൺലൈനുകൾക്കും അഭിമുഖം നൽകിയിരുന്നു. എന്നാൽ ഇവർക്കെതിരെ നടി പരാതി നൽകിയത് ഇന്നാണ്. ദേ ഇങ്ങോട്ട് നോക്കിയ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ലൈംഗിക അതിക്രമം നടന്നെന്നാണ് പരാതിയിൽ പറയുന്നത്. ഭയന്നാണ് പരാതി നൽകാതിരുന്നതെന്നും പുറത്തു പറഞ്ഞാൽ ചിത്രീകരിച്ച സിനിമാ രംഗങ്ങൾ ഒഴിവാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും നടി ആരോപിച്ചിരുന്നു. പോക്സോ കേസ്. കണ്ണൂരിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിമാരെ പുറത്താക്കി. കണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ 2 CPM ബ്രാഞ്ച് സെക്രട്ടറിമാർക്കെതിരെ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ തളിപ്പറമ്പ് ഏരിയയിലെ മുയ്യം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ മുയ്യം പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറി C രമേശൻ അറസ്റ്റിലായി. മുയ്യം ബ്രാഞ്ച് സെക്രട്ടറി P അനീഷും പ്രതിയാണ്. 2 വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തത്. അതേസമയം ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെ പാർട്ടി നടപടിയെടുത്തു. 2 പേരെയും CPMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തും വിധം പെരുമാറിയതിനാണ് നടപടിയെന്ന് CPM ജില്ലാ സെക്രട്ടറി പ്രസ്താവനയിൽ അറിയിച്ചു. ആലപ്പുഴയിൽ യുനാനി ചികിത്സയ്ക്കെത്തിയ സ്ത്രീയെ പീഡിപ്പിച്ചു. നഗ്ന ഫോട്ടോ എടുത്ത് ഭീഷണിപ്പെടുത്തി. പ്രതി പിടിയിൽ. യുനാനി ചികിത്സയുടെ മറവിൽ ഫാർമസിയിൽ വെച്ച സ്ത്രീയെ പീഡിപ്പിച്ച പ്രതി പിടിയിൽ. ആലപ്പുഴ നഗരസഭ സിവി വാർഡിൽ പള്ളിപ്പുരയിടത്തിൽ സുധീറാണ് പോലീസിന്റെ പിടിയിലായത്. ആലപ്പുഴ സക്രിയ ബസാറിൽ സാൽവ യുനാനി ഫാർമസി എന്ന സ്ഥാപനം നടത്തുന്ന സിറാജുദ്ദീൻ മകളുടെ ചികിത്സയ്ക്കായി ഫാർമസിയിലെത്തിയ സ്ത്രീയെ പ്രലോഭനങ്ങളിലൂടെ പറഞ്ഞു മയക്കി പലതവണ പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് യുവതിയുടെ നഗ്ന ഫോട്ടോകൾ തന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പ്രതി പുതിയതായി തുടങ്ങുന്ന ഫാർമസിയുടെ ആവശ്യത്തിലേക്ക് 2 ലക്ഷം രൂപയും വാങ്ങിച്ചെടുത്തിരുന്നു. യുവതിയുടെ പരാതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ SHO K. ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
മൊബൈൽ ആപ്പ് വഴി പണം തട്ടുന്ന യുവാവ് അറസ്റ്റിൽ. മൊബൈൽ ആപ്പ് വഴി പണം തട്ടുന്ന പാലക്കാട് സ്വദേശിയായ യുവാവിനെ പാറശാല പോലീസ് അറസ്റ്റ് ചെയ്തു. ഉദയൻകുളങ്ങര സ്വദേശിയുടെ പരാതിയിലാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ചിറ്റൂർ നല്ലേപ്പള്ളി അരണ്ടപ്പള്ളം LP സ്കൂളിന് സമീപം താമസിക്കുന്ന ആഷിഖ് എന്ന് വിളിക്കുന്ന രതീഷ് മഹേന്ദ്രനാണ് പിടിയിലായത്. ഉദയൻകുളങ്ങര ചെങ്കൽ സ്വദേശിയായ ദീപുവിൽ നിന്നും പണം തട്ടിയ കേസിലാണ് പ്രതി അറസ്റ്റിലായത്. കാർ റെന്റൽ ഡെയിലി സാലറി എന്ന ടെലഗ്രാം ആപ്പ് ഉപയോഗിച്ചാണ് പ്രതി പണം തട്ടിയത്. വരും മണിക്കൂറിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. സംസ്ഥാനത്ത് അടുത്ത മണിക്കൂറിൽ 3 ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ അറിയിപ്പ്. 7 മണിക്ക് ശേഷം പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ വരെ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറി SIയുടെ മുഖത്തടിച്ചു. തൃശൂർ പോലീസ് സ്റ്റേഷനിൽ കയറി SIയുടെ മുഖത്തടിച്ചു. അന്തിക്കാട് SI അരിസ്റ്റോട്ടലിനെയാണ് ഓട്ടോ ഡ്രൈവർ അഖിൽ മർദ്ദിച്ചത്. അപകട കേസുമായി ബന്ധപ്പെട്ട് ഡ്രൈവറെ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോഴായിരുന്നു മർദ്ദനം. SIയുടെ മുഖത്ത് പരിക്കുണ്ട്. മോശം പെരുമാറ്റമെന്ന നാട്ടുകാരുടെ പരാതിയിൽ SI സ്ഥലം മാറ്റിയിരുന്നു. പുതിയ സ്റ്റേഷനിൽ ഉടൻ ജോയിൻ ചെയ്യാനിരിക്കെയാണ് മർദ്ദനമേറ്റത്. അരിമ്പൂർ സ്വദേശിയാണ് ഓട്ടോ ഡ്രൈവർ അഖിൽ. ഡ്രൈവറിനെതിരെ കേസെടുത്തു.